ഞാൻ ആദിശക്തി സമ്മർ സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം നിതിൻ്റെത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള വലിയ ചോദ്യമാണ്. കാരണം എല്ലാ ക്യാമ്പസുകളിലും ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഈ വിഷയം നമ്മുടെ ഇടയിലേക്ക് ചർച്ചയിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ വിഷയം കെട്ടടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാം, രജനീസ് ആനന്ദ് മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇത്ര കാലം എടുത്തു കഴിഞ്ഞാൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം കംഫർട്ടബിളായി ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇപ്പം കഴിഞ്ഞൊരു വർഷത്തെ കാലയളവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇ ഗ്രാൻസ് ലഭിക്കാത്തത് മൂലമൊക്കെ തന്നെ ഒരു 150ഓളം വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാ കാരണങ്ങൾ എന്താണെന്നോ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന ഇഷ്യൂ എന്താണെന്നോ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോയെന്ന് നമ്മൾ പല ഇൻഡെക്സുകൾ നിരത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെയും വികസന മാതൃകകളെയും മുന്നോട്ട് കാണിക്കുമ്പം ക്ലാസ് റൂമിൻ്റെ അകത്ത് വളരെ സേഫായി മറ്റു വിദ്യാർത്ഥികളെ പോലെ അന്തസ്സോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പലതരത്തിലുള്ള ഇപ്പം പ്രത്യേകിച്ച് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളിൽ വളരെ ലോ ഇൻകം സ്റ്റാറ്റസിലുള്ള രക്ഷിതാക്കളുള്ള വിദ്യാർത്ഥികൾ വളരെ സമ്മർദ്ദത്തിലാണ് ഇന്നത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പം നമുക്കറിയാം വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. എല്ലാ SC/ST വിദ്യാർത്ഥികൾക്ക് എല്ലാം ഫ്രീ ആണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ റിസർവേഷൻ്റെ ആനുകൂല്യം ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുവാണല്ലോ, നിങ്ങളൊന്ന് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ജോലിയാണല്ലോ എന്ന് പറയുന്നിടത്ത് വളരെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുടെ അകത്താണ് ഓരോ ആദിവാസി ദളിത് വിദ്യാർത്ഥിയും ക്ലാസ് റൂമിൻ്റെ അകത്ത് അനുഭവിക്കുന്നത്. കാരണം ഇവരുടെ നിതിൻ്റെ കേസിൽ തന്നെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹോസ്റ്റലിൽ നിതിന് എത്രത്തോളം സേഫായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഒരു ഹോസ്റ്റൽ റൂം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഈ ഹോസ്റ്റൽ അലവൻസ് പോലും, ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഹോസ്റ്റൽ അലവൻസ് പോലും തുച്ഛമായിട്ടുള്ള പൈസ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആദിശക്തി സമ്മർ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ താമസിപ്പിക്കാതിരുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫീസ് 7,500 8,000 11,000 കൊച്ചി പോലുള്ള നഗരത്തിലേക്കുള്ള ഹോസ്റ്റലുകളിലൊക്കെ തന്നെ ഈ ഫീസാണ്. ഗവൺമെൻറ് കൊടുക്കുന്ന വെറും 3,500 രൂപയാണ്. ഈ 3,500 രൂപ കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കുട്ടികളുടെ ഭക്ഷണമാണ്, പൈസയുടെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പല തരത്തിൽ വാർഡന്മാർ, ഹോസ്റ്റലിലെ സ്റ്റാഫുകൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് എന്താ പറയുക, അവരെ മോശമായി പെരുമാറിയതിന് ശേഷം പ്രൊട്ടസ്റ്റ് വരെ നടത്തിയിട്ടുള്ള ക്യാമ്പസുകളുണ്ട്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ ഇക്വിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ് റൂമിൻ്റെ അകത്ത് സേഫായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുകയും ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രോഹിത് ആക്ട് വരണമെന്നും ക്ലാസ് റൂമിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ പഠനത്തിന് അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായാൽ അതിന് ഒരു നടപടി ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പൊതുസമൂഹം മാറേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇത് ആദിവാസിയും ദളിത് വിദ്യാർത്ഥിയും അവരുടെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് അല്ല ഇത്. നമ്മൾ പൊതുസമൂഹത്തിലുള്ള മനുഷ്യന്മാർ അവരോട് കാണിക്കുന്ന അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ കാരണം സംഭവിക്കുന്നതാണ്. ഇപ്പം ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത് ഒരു SC/ST വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവരെന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, അവർ ഏത് മാനസികാവസ്ഥയിൽ കൂടെ പോകുന്നത് എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധ്യവും ഇല്ല. ഇവർ ആദിവാസി ദളിത് വിഭാഗങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അക്കാഡമിക് നിലവാരമുള്ള സിലബസുകളില്ല. ടീച്ചേഴ്സിനും അധ്യാപകർക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരോട് എങ്ങനെ പെരുമാറേണ്ടതെന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് വളരെ വിശദമായിട്ട്
ഒരു 30 പേജ് അടങ്ങുന്ന റിപ്പോർട്ട് ആദിശക്തി സമ്മർ സ്കൂളിൻ്റെയും ദളിത് ആദിവാസി സംഘടന നേതൃത്വത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന് കൊടുത്താണ്. ഇതേപോലെയുള്ള ഇഷ്യൂസ് കുട്ടികൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു തരത്തിലുള്ള നടപടിയും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. രോഹിത് ആക്ട് വരണം. ഇത് ചെയ്ത കമ്മിറ്റഡ് ആയിട്ടുള്ള കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. ഇതിന് നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ കേരളത്തിലെ ആദിവാസി ദളിത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള വലിയൊരു പ്രതിഷേധം ഉണ്ടാവും. ഇനിയെങ്കിലും കേരളം കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇത് എന്താ പറയുക, ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ഒരു അപ്രൈസിങ്ങിലൂടെ ഉള്ളൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാകും. കാരണം അത്രയധികം കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ ഒരു 4-5 തവണ ഈ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു ഈ ഗ്രാൻഡ് വർദ്ധിപ്പിക്കണം, ഹോസ്റ്റൽ അലവൻസ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. അപ്പോഴൊന്നും ഇത് ആരും കാണാറില്ല. ഒരു ആത്മഹത്യ വരുമ്പോഴാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നതും കുറച്ച് നാളത്തേക്ക് മാത്രം അത് കത്തി നിൽക്കുന്നു. ഇതിന് അടിയന്തരമായ പരിഹാരം വേണമെന്നാണ് ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്.